നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചധികം ആശങ്കപ്പെടുത്തുന്ന വാർത്തയുണ്ട്, പക്ഷെ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇന്ന് ഫിഫ ലോകകപ്പ് തുടങ്ങുകയാണ്. എത്ര 4 വർഷത്തെ കാത്തിരിപ്പാണ്. അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻഡിങ് ചാമ്പ്യൻസ് അവർ വീണ്ടും ഇറങ്ങുകയാണ്. ഇന്ന് മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്കയാണ് മത്സരം. രാവിലെ 12:30 ആണ് തോന്നുന്നു, അർദ്ധരാത്രിയാണ്. പക്ഷെ എന്നാൽ പോലും ആവേശം ഇപ്പോൾ മുതലേ അങ്ങ് തുടങ്ങുകയാണല്ലോ. ഓരോ ഇടത്തും ഫ്ലെക്സ്, ബാനർ, പടുകൂറ്റൻ കട്ടൗട്ടുകൾ, ഇത്ര അടിയിൽ കട്ടൗട്ട് വരണം എന്നൊക്കെ രീതിയിൽ നിൽക്കുന്നു. മെസ്സി, റൊണാൾഡോ, നെയ്മർ ഇവരൊക്കെ പങ്കെടുക്കുന്ന അവസാനത്തെ ലോകകപ്പായിരിക്കും എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുന്നത്. നെയ്മറിൻ്റെ പരിക്കൊക്കെ അവിടെ നിൽക്കുകയാണ്, പക്ഷെ എന്നാൽ പോലും കളിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നീടുള്ളത് 7:30 മണിക്കാണ്. ഷെഹിയും സൗത്ത് കൊറിയയും തമ്മിലാണ് മത്സരം എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ് ആ ഫിഫ ലോകകപ്പ് കാഴ്ചകൾ. അത് ലോകം നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേൾഡ് കപ്പ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വെച്ച് തുടങ്ങി. എന്തായാലും കേരളത്തിലേക്ക് വരുമ്പോഴേക്കും നിപ്പ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കോഴിക്കോടാണ്. അതൊരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് പരിശോധിക്കണം. പശ്ചിമേഷ്യയിൽ യുദ്ധം വളരെ കടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം US ഇറാനിലേക്ക് ആക്രമണം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഹോർമുസ് ഇറാൻ പൂർണ്ണമായിട്ടും അടച്ചു. എല്ലാം വിശദമായി നോക്കാം. തലക്കെട്ടുകൾ. പശ്ചിമേഷ്യയിൽ യുദ്ധം കടുത്തു. ഇറാനിലേക്ക് വീണ്ടും US ആക്രമണം. ഖഷൻ ദ്വീപിൽ സ്ഫോടന പരമ്പര. ഹോർമുസ് പൂർണ്ണമായും അടച്ച് ഇറാൻ. നിപ ആശങ്കയിൽ സംസ്ഥാനം. കോഴിക്കോട് വീണ്ടും വൈറസ് ബാധ. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച യുവാവിന്റെ നില ഗുരുതരം. കൂടുതൽ പേരുടെ ശ്രമം പരിശോധിക്കും. ഉന്നതതല യോഗം ചേരാൻ ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളത്തും ഇടുക്കിയിലും തൃശൂരിലും ഓറഞ്ച് അലർട്ട്. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. അട്ടപ്പാടിയിലെ ചിറ്റൂരിലും ഉള്ളിയിലും കാട്ടാനാക്രമണം. 3 പേർക്ക് പരിക്ക്. ആന ആക്രമിച്ചത് ഓട്ടോ യാത്രക്കാരെയും ആദിവാസി യുവാവിനെയും. മാസപ്പടി കേസിൽ CMR ഉദ്യോഗസ്ഥർ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. സമൻസ് ലഭിച്ചത് 5 ഉദ്യോഗസ്ഥർക്ക്. മീനാട്ടിയും ശശിധരൻ കർത്തയും നാളെ ഹാജരാകണം. പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കൽ തർക്കം പരിഹരിക്കാൻ ഇന്ന് വീണ്ടും ചർച്ച. മന്ത്രി റോജി എം ജോൺ ഇരുവിഭാഗവുമായി ചർച്ച നടത്തും. സമരസമിതി പ്രവർത്തകരും താമസക്കാരും സ്ഥലമുടമകളും പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടും. ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്നത് 48 ടീമുകൾ. വിശദമായ വാർത്തകളിലേക്ക്. നിപ്പയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. വളരെ ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. രോഗി ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ്. ഫറൂഖ് സ്വദേശിയായ 43-കാരനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ക്ലീനിംഗ് തൊഴിലാളിയായ ഇയാൾ ഫറൂഖിലെ ഒരു പഴയ ഗോഡൌൺ വൃത്തിയാക്കാൻ പോയപ്പോഴാകാം വൈറസ് ബാധിത ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനൽ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള റിസൾട്ടാണ് ഇനി വരാൻ ബാക്കിയുള്ളത്. എന്നാലും ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് നിപ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു സമ്പർക്കം കുറച്ച് കൂടുതലുണ്ട്. അദ്ദേഹം മറ്റേ OP സെക്ഷനിലാണ് ആദ്യം പോയത്. അതിനുശേഷം അദ്ദേഹത്തിന് MRI സ്കാനിങ് നടത്തിയിട്ടുണ്ട്, എക്കോ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിപുലമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാരോടൊക്കെ ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് ഭയപ്പെടാനൊന്നുമില്ല. പക്ഷേ ഈ പേഷ്യൻ്റ് അദ്ദേഹം ഒരു ഗോഡൗൺ വാടകയ്ക്കെടുത്ത് അദ്ദേഹം തന്നെ ക്ലീൻ ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ ഒരുപക്ഷെ വവ്വാലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കാം. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഒരിക്കൽ പനി വന്ന് മാറിയതാണ്. പക്ഷേ വീണ്ടും പനി വന്നു. അങ്ങനെയാണ് വീണ്ടും ഇദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ 2-3 തവണ അദ്ദേഹം ആശുപത്രിയിൽ സന്ദർശിച്ചിട്ടുണ്ട്. അനീഷ് കുമാറുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് കാര്യങ്ങൾ. പക്ഷേ 2-3 കാര്യങ്ങളുണ്ടല്ലോ. ഇയാൾക്ക് കുറച്ചധികം ആളുകളുമായി സമ്പർക്കമുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. ഉദ്യോഗസ്ഥരോട് ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1, സമ്പർക്ക പട്ടിക തയ്യാറാക്കണം. 2, നിരീക്ഷണം ശക്തമാക്കണം. ഇങ്ങനെ കുറച്ച് നടപടികളുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് മന്ത്രിയുടെ വാക്കുകൾ. എന്ത് പ്രതീക്ഷിക്കുന്നു?
പതിവ് പോലെ തന്നെ ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഇത്തരമൊരു മഹാവ്യാധി പകർന്നു പിടിക്കാൻ ഉള്ള ഒരു വഴി ഒരുക്കാതിരിക്കാൻ കഴിയുന്ന ഒരു മാർഗവും. എന്തായാലും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം ആശുപത്രിയിലേക്ക് പോകുമ്പോഴും ഇത്തരമൊരു രോഗത്തിൻ്റെ ഒരു ലക്ഷണങ്ങൾ പ്രകടമായിരുന്നില്ല, അല്ലെങ്കിൽ ഇത്തരം നിപ്പയാണ് എന്ന് കരുതേണ്ട യാതൊരു സാഹചര്യവുമില്ലായിരുന്നു. സാധാരണ രീതിയിൽ ഒരു പനി എന്ന രീതിയിലൊക്കെയാണ് ആശുപത്രിയിൽ പോകുന്നത്. എന്തായാലും പനിക്ക് മരുന്നൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് വീണ്ടും ചില രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ അദ്ദേഹം വീണ്ടും എത്തുകയും മടങ്ങുകയുമൊക്കെ ചെയ്യുന്നു. ഒപ്പം ഈ സമീപകാലത്ത് ഈ മദ്യപാനം നിർത്തിയൊക്കെ ഒരാൾ കൂടി ആയതുകൊണ്ട് ചില വിഡ്രോവൽ സിംറ്റംസ്, അതായത് മദ്യപാനത്തിൻ്റെ ശീലം പെട്ടെന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന പിന്മാറ്റ ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നൊരു തെറ്റിദ്ധാരണയും വരുന്നു. പിന്നീടാണ് വീണ്ടും അസുഖം കലശലായതോടുകൂടി ആശുപത്രിയിൽ എത്തുകയും വിശദമായ പരിശോധനകൾ നടത്തുകയും പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായി നിപ പരിശോധന നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ ആ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അത്തരമൊരു സംശയം ഉള്ളെടുക്കുകയും പിന്നീട് മെഡിക്കൽ കോളേജിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് നിപ ഉണ്ട് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. പൂനെയിലെ ലാബിലേക്കും ഈ സാമ്പിൾ അയച്ചിട്ടുണ്ട്. അവ വരുന്ന മുറയ്ക്കാവും ഒരു പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. പക്ഷേ ഈ ആദ്യ പരിശോധനകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ നിപ എന്നുള്ള ഏതാണ്ട് ഒരു സ്ഥിരീകരണത്തിലേക്ക് അധികൃതർ എത്തുകയും അതിൻ്റെ പ്രതിരോധ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പർക്ക പട്ടികയെക്കുറിച്ച് വലുതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം 3 തവണയാണ് അദ്ദേഹം ആശുപത്രിയിൽ സന്ദർശിച്ചത്. ആശുപത്രി OPയിലെത്തുന്നു, പിന്നീട് CT സ്കാൻ എടുക്കാൻ പോകുന്നു, എക്കോ എടുക്കാൻ പോകുന്നു. അങ്ങനെ പല ഇടങ്ങളിലേക്ക് അദ്ദേഹം പോയി ഈ രോഗം ഉള്ളിൽ ഉണ്ടായിരുന്ന ശേഷം തന്നെ പോകുന്നൊരു സാഹചര്യം. അതുകൊണ്ട് ജീവനക്കാരെയൊക്കെ പൂർണ്ണമായും ക്വാറന്റൈനിലേക്ക് പോകാനുള്ള നിർദ്ദേശം ഇതിനകം തന്നെ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നു. ഒപ്പം ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മറ്റുള്ള ആളുകളുമായൊക്കെ ഇടപഴകി, കുട്ടികളൊക്കെ ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അവർ സ്കൂളിൽ പോകുന്ന പോലെയൊക്കെയുള്ള അത്തരം ഇടപെടലുകൾ കൂടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെയും ഈ കുടുംബാംഗങ്ങളെയും അവരുമായി അടുത്തിടപഴകുകയും ഒക്കെ ക്വാറന്റൈനിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം. അങ്ങനെ സമ്പർക്ക പട്ടിക അത്യാവശ്യം വിപുലമായി തന്നെ തയ്യാറാക്കേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. ഇന്നലെ അർദ്ധരാത്രി ഏതാണ്ട് 12 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ ഐസൊലേഷൻ വാർഡിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമാണ്. വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് ശ്വസനം നടത്തുന്നതെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും നിപ രോഗിയെ പ്രവേശിപ്പിച്ചതോട് തന്നെ മുൻപ് പല തവണ നിപ വരികയും പോവുകയും ഒക്കെ ചെയ്താണ്. അതനുസരിച്ചുള്ള ഒരു പ്രോട്ടോക്കോളാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലുള്ളത്. ഈ പേവാർഡിൻ്റെ സമീപപ്രദേശങ്ങളിലൊക്കെ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ വഴിയിലൂടെ രോഗികൾക്കോ ഡോക്ടർമാർക്കോ കൂട്ടിരിപ്പുകാർക്കോ ഒന്നും പോകാനുള്ള ഒരു അനുമതി ഇപ്പോൾ ഇല്ല. ഒപ്പം ആ ഭാഗത്ത് വാഹന പാർക്കിംഗ് അടക്കമുള്ള നിയന്ത്രണങ്ങൾ ഈ പേവാർഡിനോട് ചേർന്നുള്ള ഐസൊലേഷൻ വാർഡിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശക്തമായ പ്രതിരോധ നടപടികളുമായാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് നീങ്ങുന്നത്. നേരത്തെ പലവട്ടം നിപ വന്നതിൻ്റെ ഒരു അനുഭവ പരിചയമുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോഴും വളരെ സമഗ്രമായ പ്രതിരോധ നടപടികളിലൂടെ അതധികം പരക്കാതെ അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കാതെയൊക്കെ തടയാൻ കഴിഞ്ഞിരുന്നു. എന്തായാലും ആ അനുഭവ പരിചയത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കൃത്യമായി ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വകുപ്പും ഉള്ളത്. ഇല്ല അനീഷ്, അത് വ്യക്തമാണല്ലോ. നമ്മൾ അതിൽ നിന്ന് തന്നെ തുടങ്ങാം, അവസാനം പറഞ്ഞെടുത്ത് തന്നെ. കാരണം ഇതിനിടയ്ക്ക് ഒരു നിപ വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോലും ഒരു ആശങ്ക ഉണ്ടായിരുന്നു സംസ്ഥാനത്ത്. ഇത് വീണ്ടും വ്യാപിക്കുമോ, വീണ്ടും കർശനമായ പ്രോട്ടോകോൾ നടപടികളുമായിട്ടൊക്കെ പോകുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ വളരെ വളരെ വ്യക്തമായിട്ടും കർശനമായിട്ടും സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും അത് പരിപാലിക്കുകയും അത് പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് വീണ്ടും വരുന്നത്. അപ്പോൾ ആ ഒരു അനുഭവ സമ്പത്തുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ എന്നാൽ പോലും അത്രയധികം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് വേണോ കണക്കാക്കുക? പ്രത്യേകിച്ച് ശിഖല്ല വയനാട്ടിൽ 2ാം ഘട്ടത്തിലേക്ക് പോകുകയാണെന്നുള്ള സാഹചര്യമുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് നിപ്പ വരുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും, സാധാരണപ്പെട്ട ജനങ്ങളുടെ ഭാഗത്തു നിന്നും അവർ വീണ്ടും ആശങ്ക ഉണ്ടാകുന്നൊരു സാഹചര്യം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് ആശങ്ക ഉണ്ടാവേണ്ട എന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു അനുഭവ സമ്പത്ത് അത് എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായും ഈ രോഗങ്ങൾ അല്ലെങ്കിൽ മഹാമാരികൾ പടരുമ്പോൾ നേരത്തെ ഉള്ള പോലെ ആളുകൾ വലിയ ഒരു ആശങ്കയിലേക്ക് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് കാര്യങ്ങൾ കൈ വിട്ടു പോകും എന്നൊരു ഭയത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. കാരണം ഇത്തരം രോഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിന് കൃത്യമായ ഒരു ധാരണ കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് എന്നതാണ്. നമുക്കറിയാം, കോവിഡ് മഹാമാരി പോലും ലോകത്തൊന്നാകെ
പടർന്നു പിടിക്കുമ്പോഴും അതിനെ എങ്ങനെ സമർത്ഥമായി കൈകാര്യം ചെയ്യാമെന്ന് തെളിയിച്ച ഒരു ആരോഗ്യ പ്രവർത്തകരാണ് കേരളത്തിലുള്ളത്. ഇനിയിപ്പോൾ തന്നെ ആദ്യഘട്ടത്തിലെത്തുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ആദ്യ രോഗി മരിക്കുന്നു, രണ്ടാമത് രോഗി മരിക്കുന്നു, ഇങ്ങനെ ഒരു വല്ലാതെ കൈവിട്ടു പോകുന്നൊരു സ്ഥിതിയിലേക്ക് വരുമ്പോഴും അവിടെ ഒന്നും കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് സംവിധാനങ്ങൾ. ഒപ്പം രണ്ടാമത്തെ തവണ വരുമ്പോഴേക്കും ഈ വ്യാപന തോത് കുറയുന്നുണ്ട്. കാരണം നമുക്ക് അറിയാം, ഇന്നലെ വൈകുന്നേരമാണ് അല്ലെങ്കിൽ രാത്രിയോട് കൂടിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പരിശോധനാ ഫലം പുറത്തു വരുന്നത്. പൂന ലാബിലേക്കുള്ള സാമ്പിൾ അയച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ഫലം വരാൻ ഇനിയും സമയമെടുക്കും. പക്ഷേ ഈ ആദ്യത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ അവിടെ ഈ ലക്ഷണങ്ങൾ കൂടുതൽ പ്രകടമാക്കിയപ്പോൾ തന്നെ ഒരു പരിശോധന നടത്തുകയും ഒരു പ്രാഥമിക ധാരണ ഈ നിപയാണെന്ന് വരികയും ചെയ്തു. അപ്പോൾ തന്നെ സംവിധാനങ്ങൾ ഊർജ്ജസ്വലമായി തുടങ്ങിയിരുന്നു. നമ്മളൊക്കെ ഈ വാർത്ത പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യ കാര്യങ്ങൾ തിരിച്ചറിയുകയും ആരുമൊക്കെയായി പ്രാഥമികമായി സമ്പർക്കം പുലർത്തിയെന്നൊക്കെ കണ്ടറിയുകയും അദ്ദേഹത്തിൻ്റെ ഫാറൂഖ് കോളേജിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അവിടുത്തെ നാട്ടിൽ ഇത് സംബന്ധിച്ച അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ടൊക്കെ ക്വാറന്റൈൻ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുകയും ചെയ്തു. അതായത് അദ്ദേഹവുമായി അടുത്ത് ഇടപഴകിയവരെ മറ്റു ആളുകളുമായി സമ്പർക്കം പുലർത്താത്ത രീതിയിൽ ഉള്ള ഒരു ജാഗ്രത പാലിച്ചിരുന്നു. ഒപ്പം അദ്ദേഹം ജോലി ചെയ്ത ഈ ക്ലീനിങ് നടത്തിയ ആ പഴയ ഗോഡൗൺ പരിസരമൊക്കെ ഒരു സർവൈലൻസിൽ ആക്കിയിരുന്നു. അവിടെ നിന്നും എടുക്കാൻ കഴിയുന്ന സാമ്പിളുകളുടെ ശേഖരണമൊക്കെ നടക്കും വൈകാതെ. അങ്ങനെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട നടപടിക്രമങ്ങളൊക്കെ നിലവിൽ തന്നെ ആരോഗ്യ പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്. ഒപ്പം മെഡിക്കൽ കോളേജിൽ ഒരു പൂർണ്ണ സജ്ജമായ ഒരു ഐസൊലേഷൻ വിഭാഗം ഇതിനുവേണ്ടി മാറ്റിക്കഴിഞ്ഞു. ഇനിയും കൂടുതൽ രോഗികൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ലക്ഷണം പ്രകടമായാൽ പോലും അവരെ എത്തിച്ച് ചികിത്സ നൽകാൻ കഴിയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് മറ്റ് ആളുകൾ വരാതിരിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട PPE കിറ്റുകൾ, മറ്റ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ പര്യാപ്തമായ അല്ലെങ്കിൽ ചികിത്സിക്കാൻ ആവശ്യമായ മരുന്നുകൾ എന്നിവയൊക്കെ ലഭ്യമാക്കിയിട്ട് അങ്ങനെ എല്ലാ തലത്തിലും ഏത് സമയത്തും ഇത്തരമൊരു മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടാലും അതിനെ നേരിടാൻ പര്യാപ്തമാണ് നമ്മുടെ നാട്ടിലെ ആരോഗ്യ സംവിധാനങ്ങൾ. അതുകൊണ്ട് തന്നെ മന്ത്രി പറയുന്നത് തന്നെ ഭയം വേണ്ട, ജാഗ്രത മതി, കൃത്യമായ പ്രതിരോധ നടപടികളുമായി സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങളുമൊക്കെയായി മുന്നോട്ട് പോയാൽ ഇത്തവണയും നമുക്ക് ഈ നിപയെ പിടിച്ചുകെട്ടാൻ കഴിയുക തന്നെ ചെയ്യും. യെസ്, അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യം വന്ന സമയത്തിലുള്ള പേടിയോ ആശങ്കയോ ഒന്നും സാധാരണക്കാരായ ജനങ്ങൾക്കും വേണ്ട, ഈ വാർത്ത കാണുന്നവർക്കും വേണ്ട. അത് ശക്തമായി പ്രതിരോധിക്കാനുള്ള ആരോഗ്യ സംവിധാനങ്ങൾ നിലവിൽ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരോഗ്യ വകുപ്പ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഐസൊലേഷൻ വാർഡിൽ ശക്തമായ നിയന്ത്രണങ്ങളാണ്. അവിടെ ചുറ്റും പരിസരത്ത് വാഹനങ്ങൾ പോലും പാർക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ആണ് നിൽക്കുന്നത്. പൂർണ്ണമായും പ്രവേശനം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിലുണ്ടാവും. പക്ഷേ ആശങ്ക വേണ്ട. നമ്മൾ നേരെ പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണ്. അവിടെ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. സംഘർഷം അതിരൂക്ഷമാണ്. ഇറാനിലെ നഗരങ്ങളിലേക്ക് വ്യാപക ആക്രമണം അമേരിക്ക കഴിഞ്ഞ ദിവസം നടത്തി. ഇറാനുമേൽ ട്രംപിന്റെ ഭീഷണി ഉയർന്നതിന് പിന്നാലെയാണ് അമേരിക്ക ആക്രമണം ശക്തമാക്കിയത്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ ആക്രമണം നടക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചാണ് ഇറാന്റെ പ്രതികരണം വരുന്നത്. ഇതുവഴി ഒരു കപ്പലും കടത്തിവിടില്ലെന്നും സഞ്ചരിച്ചാൽ അത് ശത്രുവിനെ സഹായിക്കുന്നതായി കണക്കാക്കുമെന്നുമാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വിനോദുണ്ട് വിശദാംശങ്ങളുമായി. വിനോദെ, കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് പറഞ്ഞിരുന്നതാണ് ശക്തമായ ആക്രമണം നടത്തുമെന്ന്. അത് ട്രംപിന്റെ വാക്ക് ട്രംപ് പാലിക്കുന്നു എന്നുള്ള ആംഗിളിലേക്ക് മാത്രമാണ് സംസാരിക്കുന്നത്. ട്രംപ് പറയുന്നു, ട്രംപ് അത് നടപ്പിലാക്കുന്നു. ഇറാൻ ഹോർമുസ് അടയ്ക്കുന്നു, ഒരു കപ്പലും ആ വഴി വിടില്ല. ഈ സമാധാനമൊക്കെ അകലെയാണെന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. പക്ഷേ ഇത് സംഘർഷം വീണ്ടും വഷളാവുന്ന സാഹചര്യത്തിലേക്കല്ലേ നീങ്ങുന്നത്? ഹരി, അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അമേരിക്കയുടെ വ്യാപകമായ ആക്രമണം ഇറാനുമേലുണ്ടാകുന്നു. ഇറാനാകട്ടെ ഇതിന് പ്രതികാരമെന്നോണം ഹോർമുസ് പൂർണ്ണമായി അടയ്ക്കുന്നു. ഒരു ഘട്ടത്തിന് ശേഷം വീണ്ടും ഹോർമുസ് അടയ്ക്കുമ്പോൾ ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ് ഒരു കപ്പലുകളും കടത്തിവിടില്ല എന്ന കാര്യമാണ്. അതായത് കപ്പലുകൾ കടന്നുപോയാൽ ഈ സഞ്ചരിക്കുന്ന കപ്പലുകൾ ശത്രുവിനെ സഹായിക്കുന്ന കപ്പലുകളാണ് എന്ന് തങ്ങൾ വിലയിരുത്തും എന്ന കാര്യമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. മാത്രമല്ല, അമേരിക്കയും ഈ നാവിക ഉപരോധം അല്ലെങ്കിൽ അവരുടെ സമുദ്ര ഉപരോധം കൂടുതൽ ശക്തമാക്കുകയാണ്. 24 ഇന്ത്യക്കാർ സഞ്ചരിച്ച കപ്പലിന് നേരെ അമേരിക്കയുടെ ആക്രമണമുണ്ടായി.
3 പേരെ കാണാതായി, ഒരാൾ മരിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നു. ഇന്ത്യക്കാരനാണ് കൊല്ലപ്പെട്ടതെന്ന വിവരങ്ങളാണ്. അത് അനൗദ്യോഗികമാണ്. ഔദ്യോഗികമായി ഇതുവരെ അത്തരം ഒരു അറിയിപ്പ് വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു രാജ്യം അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യക്കാരുണ്ടായിരുന്ന കപ്പലാണ്. സ്വാഭാവികമായും നേരത്തെയും 5 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഘർഷത്തിൽ കുവൈറ്റും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരത്തെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ 24 പേർ ഇന്ത്യക്കാർ സഞ്ചരിച്ച കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സെറ്റോബെല്ല എന്ന ഒരു കപ്പലിനാണ്. അത് ഇന്ത്യൻ പതാകയുള്ള കപ്പലല്ല, എന്നാൽ ഉണ്ടായിരുന്ന ജീവനക്കാർ ഇന്ത്യക്കാരാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇറാന് നേരെ വലിയ ആക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. മാത്രമല്ല, ഇറാൻ്റെ തെക്കൻ മേഖലകളിൽ അവിടുത്തെ പ്രവിശ്യകളായ സിരിക്ക്, മിനാബ്, ഖേഷം ദ്വീപ്, ഹഗബ് ദ്വീപ്, ഗോർഗാൻ തുടങ്ങി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ ആക്രമണം നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. നേരത്തെ അവിടെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളും വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളും ഒക്കെ ആയിരുന്നെങ്കിൽ പിന്നീടത് കുടിവെള്ള വിതരണ പ്ലാന്റുകളിലേക്കുള്ള ആക്രമണം നടക്കുന്നു. ഏറ്റവും ഒടുവിൽ ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടക്കുന്നു. അവിടെ ഈ ഭൂമിക്കടിയിലെ ഭൂഗർഭ അറകളിലേക്കൊക്കെ ജനങ്ങളെ മാറ്റിക്കൊണ്ടുള്ള നടപടിയിലേക്ക് ഇറാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് അത്തരമൊരു ഭീഷണി മുഴക്കിയത്. ഇറാനെ അവസാനിപ്പിക്കുന്നു, അവസാന യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന സൂചന തന്നെയാണ് നൽകിയത്. മാത്രമല്ല, മിഡിൽ ഈസ്റ്റിനെ ഭയപ്പെടുത്തിയിരുന്ന ആൾ ജീവിച്ചിരിക്കുന്നില്ല എന്ന ഒരു കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു. അത് മുസ്തഫ ഖമേനിയെ സൂചിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചാണോ അങ്ങനെ വരികൾക്കിടയിൽ പറഞ്ഞതെന്ന ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ഹോർമൂസ് അടച്ചുകൊണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നു. മാത്രമല്ല, അമേരിക്കയെ സഹായിക്കുന്ന മറ്റ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന കാര്യം ഇറാൻ പറയുന്നു. ഇന്ധനവിലയുടെ കാര്യവും നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വീണ്ടും ഹോർമൂസ് അടയ്ക്കുമ്പോൾ തീർച്ചയായും ഈ ക്രൂഡ് ഓയിൽ വില ഉൾപ്പെടെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മുടെ രാജ്യത്ത് 3 തവണയാണ് പാചകവാതക സിലിണ്ടറിനും ഗാർഹിക സിലിണ്ടറുകൾക്കുമായി അടിക്കടി വില കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ നഷ്ടത്തിലാണെന്ന വിശദീകരണമാണ് എണ്ണ കമ്പനികൾ നൽകുന്നത്. വലിയ പ്രതിസന്ധിയിലേക്ക് ഇന്ത്യ ഉൾപ്പെടെ പോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ വിപണിയുടെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ ഈ യുദ്ധം കൊണ്ട് വലിയ ബുദ്ധിമുട്ട് നേരിട്ട ഒരു ഇടമാണ് ഇന്ത്യൻ ഓഹരി വിപണി. അതോടൊപ്പം അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമൊന്നും തന്നെ ആ തരത്തിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടില്ല. അവരുടെ വിപണി കുറച്ചുകൂടി സ്ട്രോങ് ആകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഇതൊരു ശുഭകരമായ കാര്യമല്ല. ഏതായിരുന്നാലും ഈ തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇറാൻ്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർന്നുവെന്ന് ട്രംപ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് അമേരിക്ക ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. ഹരി, അതിനാണ് സാഹചര്യം. അത് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതോടുകൂടി ഇത് കൂടുതൽ പ്രശ്നം ഇന്ത്യയിലേക്ക് നീങ്ങുമല്ലോ. വിനോദ് സൂചിപ്പിച്ച പോലെ നമുക്ക് ആ ഒരു ആസ്പെക്റ്റും കൂടെ സംസാരിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ പാചകവാതക സിലിണ്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എണ്ണ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ വില കുത്തനെ കൂടുന്നൊരു സാഹചര്യമുണ്ട്. അത് ഇനി താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. ഇപ്പം തന്നെ ഹോട്ടൽ ഉടമകളൊക്കെ പ്രതിഷേധത്തിൽ നീങ്ങുന്നൊരു സാഹചര്യമുണ്ട്. ക്രൂഡ് ഓയിൽ വില കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ നീങ്ങുമ്പോഴാണല്ലോ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇനി ഒരു കപ്പലും കടത്തി വിടില്ല. ഏത് കപ്പൽ കടത്തി വിട്ടാലും അത് ഞങ്ങളുടെ ശത്രുവായിട്ട് കൂട്ടും, വെടിയുതിർക്കും എന്നുള്ള രീതിയിലാണ് ഇറാനും പോകുന്നത്. അപ്പോൾ ആ സാഹചര്യം ഇന്ത്യ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളതാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആംഗിൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് ഇറാൻ അവരുടെ അവസാന ആയുധമാണ് ഈ ഹോർമൂസ് അടയ്ക്കുക എന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ കയ്യിലുള്ള വജ്രായുധമാണ് ഹോർമൂസ്. നേരത്തെയും ഹോർമൂസ് അടച്ചുകൊണ്ടുള്ള വലിയ സമ്മർദ്ദത്തിലേക്ക് ഇറാൻ പോവുകയായിരുന്നു. അവിടെയാണ് അമേരിക്കയ്ക്ക് മേൽ അല്ലെങ്കിൽ ഇസ്രായേലിന് മേൽ മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദമുണ്ടായത്. കാരണം ആ രാജ്യങ്ങളെയൊക്കെ തന്നെ, യൂറോപ്യൻ മേഖലയെയും അല്ലെങ്കിൽ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളെയൊക്കെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമാണ് ഈ ഹോർമൂസ് അടയ്ക്കുക എന്നത്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഹോർമൂസ് അടയ്ക്കുന്ന നിലയിലേക്ക് പോകുന്നു. പക്ഷേ അപ്പോൾ തന്നെ അമേരിക്കയുടെ ഉപരോധം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ കടത്തിവിടാതുള്ള അമേരിക്കയുടെ ഉപരോധം അവിടെ നടക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇറാൻ കൂടി അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നത്. കടുത്ത നിലപാടിലേക്ക് ഇറാൻ കൂടി പോകുന്നത്. ആ പ്രദേശത്തു കൂടി കപ്പലുകൾ കടത്തിവിടില്ല. അത് പ്രത്യേകിച്ച് ഈ പേർഷ്യൻ കടലിടുക്ക്, ഒമാൻ തീരം, ഇതിനെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ഉപരോധത്തിലേക്കാണ് ഇറാൻ പോകുന്നത്. അതായത് മറ്റ് തീരങ്ങളിൽ നിന്നുകൂടി, ഒമാൻ്റെ തീരത്ത് നിന്ന് ഉൾപ്പെടെ അങ്ങനെ കപ്പലുകൾ
സഞ്ചരിച്ചാൽ അതിനെ ആക്രമിക്കുമെന്നാണ് IRGCയുടെ ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അതായത് ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല, ഈ യുദ്ധമെങ്കിൽ യുദ്ധം എന്ന നിലയ്ക്ക് തന്നെ രണ്ട് രാജ്യങ്ങളും പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് ഇറാൻ ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല. പക്ഷേ ഈ ആക്രമണം കൊണ്ട് അടുത്ത് സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്നത് ഈ അമേരിക്കയ്ക്ക് സൈനിക കേന്ദ്രങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുമോ എന്നൊരു ആശങ്കയാണ്. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികൾ ധാരാളമുള്ള പ്രദേശങ്ങളാണ്. അങ്ങനെ ഗൾഫ് മേഖലയിൽ വലിയൊരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുമോ എന്ന വലിയ ഭീതിയും അല്ലെങ്കിൽ അങ്ങനെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യവുമൊക്കെ ഉരുത്തിരിഞ്ഞു വരികയാണ്. ഹരി, ഗൾഫ് മേഖലയിലേക്ക് യുദ്ധം നീങ്ങുമോ എന്നുള്ളത് ചോദ്യമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യപ്രകാരം വളരെയധികം സംഘർഷാവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം കൂടുതൽ, പശ്ചിമേഷ്യയിലെ യുദ്ധം വളരെയധികം സംഘർഷമായിട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം, സമാധാനമൊക്കെ എത്രയോ അകലയിലാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ മാറുന്നത്. വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മളിനി സംസ്ഥാനത്തിലേക്ക് വരുമ്പോഴേക്കും മഴയിലേക്ക് വരികയാണ്. ശക്തമായ മഴയാണ് സംസ്ഥാനത്ത്. ഇന്ന് 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ഈ 3 ജില്ലകളിലാണ്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. മറ്റ് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. പാർവതി, വിശദാംശം. ഹരി, സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. അത് എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലാണ്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലേർട്ടുള്ളത്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. മറ്റ് ജില്ലകളിലും പക്ഷേ മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഈ ആഴ്ച മുഴുവൻ മഴ തുടരും. പക്ഷേ മറ്റന്നാൾ 3 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട്. അതായത് കാലവർഷത്തിന്റെ ശക്തി കുറയുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് മാത്രമാണ് മറ്റന്നാൾ സാധ്യതയുള്ളത്. ഒപ്പം കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ന് രാത്രി 8:30 മുതൽ നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലകൾ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ തീരത്തേക്ക് അടിക്കാമെന്നും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുമാണ് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. നമുക്കറിയാം, ഇന്നലെ മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ചെറിയ വള്ളങ്ങൾക്ക് മത്സ്യബന്ധനമാകാം. പക്ഷേ ഈ ചെറിയ വള്ളങ്ങളും കടലിൽ പോകരുതെന്നാണ് സമുദ്ര ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കടലിൽ ഇറങ്ങിയുള്ള വിനോദം എന്നിവയും നിരോധിച്ചിരിക്കുന്നുണ്ട്. ഹരി, വ്യക്തമാണ്. അതാണ് നിലവിൽ സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യം. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നിൽക്കുന്ന സാഹചര്യവും കൂടിയാണ് നിലവിൽ കേരളത്തിൽ ഉള്ളത്. പാർവതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. അട്ടപ്പാടിയിൽ വിവിധയിടങ്ങളിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. അട്ടപ്പാടി ചിറ്റൂരിൽ ഓട്ടോയിൽ വരികയായിരുന്ന 2 പേരെ ആന ആക്രമിച്ചു. മിനി, ഷാജി, ഓട്ടോ ഡ്രൈവർ പ്രസാദ് എന്നിവരെയാണ് ആന ആക്രമിച്ചത്. മുള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേൽക്കുകയും ചെയ്തു. മുള്ളി സ്വദേശി വെള്ളിങ്കിരിക്കാണ് പരിക്കേറ്റത്. വെള്ളിങ്കിരിയെ അട്ടപ്പാടിയിലെ കോട്ടത്ര ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയോടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഞങ്ങളിവര് ആന 2 പേര് സാധാരണ വിളിപ്പിച്ചത് 2 പേര് എടുത്ത് ഓട്ടോറിക്ഷ എടുത്തിട്ട് കൽപ്പറ്റിന്റെ താഴേക്ക് ഇട്ടു. ഇട്ടപ്പോൾ ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളെ ആണെങ്കിൽ ആന പാലത്തേന്ന് ഞങ്ങളെ ഇട്ടിട്ടുണ്ടാവും. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. ആന വലിയൊരു ഒറ്റക്കൊമ്പനാണ്, വലിയ ആനയാണ്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രജിത്ത്, ഇത് സ്ഥിരം ഇങ്ങനെ കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖലയാണോ? നിലവിൽ ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? പ്രജിത്ത് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രജിത്ത്, ഇവരുടെ നിലവിലെ ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഈ പ്രദേശത്ത് കാട്ടാന ഇറങ്ങാറുള്ള സാഹചര്യമാണോ ഉള്ളത് സാധാരണയായി? യെസ്, എന്തായാലും പ്രജിത്തിലേക്ക് പ്രജിത്ത് ഇത്തവണ കേൾക്കാവോ? പ്രജിത്ത് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും കാട്ടാന ആക്രമണത്തിൽ അട്ടപ്പാടിയിലാണ് കാട്ടാന ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഓട്ടോയിൽ വരികയായിരുന്നു 2 പേരെ. ആ 2 പേരെയും കൂടിയാണ് ആന ആക്രമിച്ചത്. ഓട്ടോയിൽ സഞ്ചരിക്കുകയാണ് ആക്രമിച്ചത് എന്നതും കൂടി എടുത്തു പറയണം. അതിൽ 3 പേരാണ്. മിനി, ഷാജി, ഓട്ടോ ഡ്രൈവർ പ്രസാദ്, ഈ 3 പേരെയാണ് ആന ആക്രമിച്ചത്. ഈ സാഹചര്യത്തിലാണ് പോയത്. നമുക്കിവരുടെ ഈ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ ഉൾപ്പെടെ
അറിയണം. അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ അറിയേണ്ടതുണ്ട്. ഒരു ആദിവാസി യുവാവിനും പരിക്കേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് മുള്ളി സ്വദേശിയാണ്. ശരി, എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും അട്ടപ്പാടിയിലെ കാട്ടാന ആക്രമണത്തിലേക്ക് തന്നെയാണ് 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കൊരു പ്രതികരണത്തിലേക്ക് വിട്ടു. പ്രജിത്തിലേക്കാണ്. പ്രജിത്ത് നേരത്തെ ചോദിച്ചിരുന്നതാണ്, അതായത് ഈ 3 പേരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് നിലവിലത്തെ അവരുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നുള്ളത് ചോദ്യം. 2, ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങാറുള്ള സ്ഥലമാണോ? ഹരി, ഇന്ന് പുലർച്ചെ 4:30 കൂടിയാണ് മുള്ളി മേഖലയിൽ ആദ്യം കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. മുള്ളി മേഖലയിലെ വെള്ളിങ്കിരിക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വെള്ളിങ്കിരി കോട്ടത്തറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളിങ്കിരിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അതുപോലെ തന്നെ ഗൂളിക്കടവ്, അട്ടപ്പാടി ഗൂളിക്കടവ് ചിറ്റൂരിന് സമീപം ഓട്ടോയിൽ വരികയായിരുന്ന മിനി, ഷാജി, ഡ്രൈവർ പ്രസാദ് എന്നിവരും കൂടെ ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. അവർ വരുന്ന ഓട്ടോയെ ഒറ്റക്കൊമ്പനാണ് ആക്രമിച്ചതെന്ന് പറയുന്നു. ഓട്ടോയെ മറിച്ചിടുകയാണ് ഉണ്ടായിരിക്കുന്നത്. അവർക്കും പരിക്കുണ്ട്. 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ഇവരെ 3 പേരെയും ഇപ്പോൾ കോട്ടത്തറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അട്ടപ്പാടി മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം സ്ഥിരമാണ്. ഇതിനു മുൻപ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആ കാട്ടാനയുടെ ആക്രമണത്തിൽ അവിടെ നിരവധി പേർ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾക്ക് പരിക്കില്ല. പക്ഷെ എന്നാൽ വീണ്ടും അത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇപ്പോൾ അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണം നടന്നിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ BJP കൗൺസിലറെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടപടിയിൽ മന്ത്രിസഭയിൽ ഭിന്നത. ആകാശത്തേക്ക് വെടിയുതിർത്ത പോലീസ് നടപടിയെ അഭിനന്ദിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയപ്പോൾ സ്ഥലം MLA കൂടിയായ K മുരളീധരൻ പോലീസ് അനാവശ്യ സംഘർഷങ്ങൾ ഉണ്ടാക്കരുത് എന്നായിരുന്നു പ്രതികരിച്ചത്. ജനങ്ങൾക്കിടയിൽ ഇത് ആശങ്കയ്ക്ക് വഴിവെക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇതോടെ വിഷയത്തിൽ മന്ത്രിസഭയിലെ ഭിന്നത ദൃശ്യമായി. ആവശ്യമില്ലാത്ത വെടിവെച്ചാണ്. പ്രശ്നങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സ്ഥലം MLA എന്നുള്ള എനിക്ക് എൻ്റെ ആഗ്രഹം. പോലീസ് തുടക്കത്തിൽ തന്നെ ഈ സംഭവത്തിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഈ വെടിയുടെ ശബ്ദം കുറേശ്ശെ മുഴങ്ങാൻ തുടങ്ങിയത്. പക്ഷെ അതിനിപ്പോൾ വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ പോലീസ് ഉണ്ടാക്കാൻ പാടില്ല. ഡാൻ കുര്യനുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ആഭ്യന്തരമന്ത്രി പുകഴ്ത്തുന്നു, അനാവശ്യ ടെൻഷൻ ഉണ്ടാക്കരുത് എന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. എന്താണ് സംഭവിക്കുന്നത്? വാഴൂട്ടുകോണം കൗൺസിലർ സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ നാടകീയ സംഭവങ്ങളിലാണ് മന്ത്രിസഭയിലെ തന്നെ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പരസ്യമായിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം ഈ നടപടി അഭിനന്ദനാർഹമാണ്. ആകാശത്തേക്ക് വെടിവെച്ച് സുഗതനെ അവിടുന്ന് സംഘർഷ സാഹചര്യങ്ങൾക്കിടയിൽ അറസ്റ്റ് ചെയ്ത പോലീസിനെ അഭിനന്ദിക്കുന്ന നടപടി പരസ്യമായി സ്വീകരിച്ചപ്പോൾ ആ വെടിവെച്ചകൾ കേൾക്കുന്നത് അത്ര ശുഭകരമല്ല എന്ന് പരസ്യമായി പ്രതികരിച്ചുകൊണ്ടാണ് വട്ടിയൂർക്കാവ് MLA കൂടിയായ ആരോഗ്യമന്ത്രി K മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം അത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നതിനുള്ളൊരു വിയോജിപ്പ് തന്നെയാണ് മറനീക്കിയിരിക്കുന്നത് K മുരളീധരന്റെ വാക്കുകളിലൂടെ. പാർട്ടിക്കുള്ളിലും സമാനമായ തരത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള നിലപാടുകൾ ഉയരുന്നുണ്ട്. കാരണം ഇങ്ങനെയൊരു സംഘർഷ സാഹചര്യത്തിൽ സമീപകാലത്തൊന്നും ആകാശത്തേക്ക് വെടിവെച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്തരം സാഹചര്യങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ സമാനമായൊരു ശൈലി പിന്തുടർന്നാൽ അത് എന്ത് സന്ദേശമാണ് കൊടുക്കുക എന്ന ഒരു ആശങ്കയാണ് ഒരു വിഭാഗം നേതാക്കന്മാർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അവർ ആശങ്കകൾ പരസ്യമായി പങ്കുവെക്കുകയും ചെയ്യുന്നത്. K മുരളീധരൻ അത് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയപ്പോൾ പാർട്ടിക്കുള്ളിൽ ഈ വിഷയം ഉന്നയിക്കാൻ ഇരിക്കുകയാണ് പ്രധാനപ്പെട്ട മറ്റ് ചില മുതിർന്ന നേതാക്കൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് അഭിനന്ദനമാണെങ്കിൽ മറുവശത്ത് വിമർശനം ഉയരുമ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ തന്നെ 2 തട്ടിലാണ് മന്ത്രിമാർ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുന്ന അവരുടെ നിലപാടുകളിലൂടെ തന്നെ. എന്തായാലും 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ പരസ്യ നിലപാട് അത് ആഭ്യന്തരമന്ത്രിയാവട്ടെ പുകഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പോലീസ് വകുപ്പിനെ
എന്നാൽ ആരോഗ്യമന്ത്രി നേരെ വിപരീതമായിട്ടാണ് പറയുന്നത്. ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ. എന്തായാലും മന്ത്രിസഭയിലെ ഈ ഭിന്നത ആണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ വീണ ടി നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ സാവകാശം തേടി ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സമയം ചോദിച്ചത്. അതേസമയം CMRL ഉദ്യോഗസ്ഥർ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. 5 CMRL ജീവനക്കാർക്കാണ് ഇന്നെത്താൻ സമൻസ് നൽകിയിട്ടുള്ളത്. CMRL MD ശശിധരൻ കർത്തയോടും നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, ഈ 2 ചോദ്യങ്ങൾ. ഒന്ന്, ഈ 5 CMRL ജീവനക്കാർ ഇന്ന് എത്തും എന്നാണ് മനസ്സിലാകുന്നത്. അവർ എത്ര മണിക്കായിരിക്കും എത്തുക? 2, വീണയുടെ ഈ ഒരു ആവശ്യം, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണല്ലോ ഇത് ആവശ്യം, അത് ED ഒക്കെ അടിച്ചിട്ടുണ്ടോ? ഹരി, ഇന്നലെ രാവിലെയാണ് വീണ വിജയൻ ഈ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ കഴിയില്ല എന്ന മറുപടി ED ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അത്തരത്തിലൊരു മറുപടി നൽകിയത്. ഒപ്പം ഈ ആവശ്യപ്പെട്ട രേഖകളും മറ്റ് അനുബന്ധ കാര്യങ്ങളുമെല്ലാം തന്നെ ഇമെയിൽ മുഖേന അയക്കാമെന്ന് കൂടി മറുപടി നൽകിയിരിക്കുകയാണ്. എന്തായാലും ED അഭിഭാഷകർ അങ്ങനെയാണെങ്കിൽ നാളെ ഹാജരാകാൻ കഴിയില്ല ഇത് വീണ വിജയൻ പറയുകയാണെങ്കിൽ നാളെ തന്നെ മറ്റൊരു ദിവസത്തേക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയക്കും. അങ്ങനെയാണ് സാധാരണ EDയുടെ പതിവ്. എങ്ങനെ എന്തായാലും മറ്റൊരു ദിവസത്തേക്കായിരിക്കും ഈ വീണയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറുപടി തീയതി കൊടുക്കുക, ഈ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തീയതി കൊടുക്കുക. എന്തായാലും ഇപ്പോൾ വീണ തന്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. പക്ഷേ CPM കഴിഞ്ഞ ദിവസം MP ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് വീണ എന്തായാലും EDക്ക് മുന്നിൽ ഹാജരാകുമെന്നാണ്. പക്ഷേ വീണ പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നാളെ ഹാജരാകാൻ കഴിയില്ല എന്നാണ്. വീണയെയും ശശിധരൻ കർത്തേനെയുമാണ് നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയച്ചത്. അതിൽ ശശിധരൻ കർത്ത മറുപടി ഒന്നും നൽകിയിട്ടില്ല. ഇനി അദ്ദേഹവും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആകുമോ ഇല്ലയോ എന്നുള്ളതിൽ വ്യക്തതയില്ല. നേരത്തെയൊക്കെ 2 തവണ അദ്ദേഹം ഹാജരായിരുന്നില്ല. മുമ്പ് നടത്തിയ റെയ്ഡിനെ തുടർന്നുള്ള സമൻസിൽ അദ്ദേഹം ഹാജരായില്ല. അദ്ദേഹവും ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ശശിധരൻ കർത്ത നാളെ ഹാജരാകുമോ ഇല്ലയോ, അതോ നാളെ ആരോഗ്യ പ്രശ്നങ്ങൾ പറയുമോ മറ്റൊരു ദിവസത്തേക്ക് ഹാജരാകണം എന്ന് ആവശ്യപ്പെടുമോ എന്നൊക്കെ നമുക്കിനി ഇന്നത്തെ ദിവസം അതിലും ഒരു അപ്ഡേഷൻ ഉണ്ടാകും. മറ്റൊന്ന്, ഇതിലെ തന്നെ CMRലെ തന്നെ മറ്റ് ചില ഉദ്യോഗസ്ഥർ, 5ഓളം വരുന്ന ഉദ്യോഗസ്ഥർ ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകും. 10 മണിയോടുകൂടിയായിരിക്കും അവർ EDക്ക് മുന്നിലേക്ക് എത്തുക. അവരിൽ നിന്നും പ്രധാനമായും ചോദിച്ചറിയുന്നത് ഈ CMRലും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അറിയാമോ, ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അറിയാമോ, ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട എന്ത് സേവനമാണ് ഈ കമ്പനികൾ തമ്മിൽ നടത്തിയത് എന്നീ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഈ ജീവനക്കാരിൽ നിന്നുമൊക്കെ ചോദിച്ചറിയുക. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ED ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയച്ചത്. വീണ വിജയനും ശശിധരൻ കർത്തയ്ക്കും വെള്ളിയാഴ്ച ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ വീണ വിജയൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നാളെ ഹാജരാകില്ല. എന്തായാലും വീണ വിജയൻ നാളെ ഹാജരാവില്ല. ശശിധരൻ കർത്തി നാളെ ഹാജരാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നതാണ്. എന്തായാലും 5 CMRL ഉദ്യോഗസ്ഥർ ഇന്ന് 10 മണിക്ക് EDക്ക് മുന്നിൽ ഹാജരാകും. CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ എന്തെങ്കിലും അവർക്ക് ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് തന്നെയായിരിക്കാം ചോദ്യങ്ങൾ നീങ്ങുക. എന്തായാലും നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നവമി ഒരു വാർത്തയിലും കൂടി വിശദാംശങ്ങൾ നൽകും. അത് എറണാകുളം പാലിത്തുകാവ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ്. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്നും മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. കളക്ടറേറ്റിൽ രാത്രി 8 മണിക്കാണ് മന്ത്രി റോജി എം ജോൺ യോഗം വിളിച്ചത്. സമരസമിതി പ്രവർത്തകരും താമസക്കാരും സ്ഥലമുടമകളും യോഗത്തിൽ പങ്കെടുക്കും. തർക്കം ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 5 സെന്റ് സ്ഥലം 7 താമസക്കാർക്കായി പതിച്ചു നൽകാനാണ് ഉടമകളോട് സർക്കാർ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ്. നവമി, കണ്ണാട്ട് കുടുംബത്തിലേക്കാണ് ഇനി എല്ലാ കണ്ണുകളും. എന്താണ് അവരുടെ തീരുമാനം എന്നത് സംബന്ധിച്ചിരിക്കും ഈ ഇന്നത്തെ ചർച്ച. അത് ഏറ്റവും നിർണായകമായ ചർച്ചയാണ്. അതിൽ കുടുംബം എന്ത് തീരുമാനിക്കുമെന്നത് സംബന്ധിച്ചിരിക്കുമല്ലോ ഭാവി കാര്യങ്ങൾ. ഹരി, എന്തായാലും ഈ പ്രശ്നങ്ങൾ ഏകദേശം ഒരു പരിഹാരത്തിലേക്കാണ് എത്തുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്ന് രാത്രി നടക്കുന്ന ചർച്ച അതേറെ നിർണായകമാണ്. കണ്ണാട്ട് കുടുംബം ആവശ്യപ്പെടുന്നത് എന്തായാലും അവരുടെ സ്ഥലം അവർക്ക് നൽകണം. പക്ഷേ ഈ കുടുംബത്തെ അവിടെ കുടിയൊഴിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ഇത്രയും വലിയ കലാപം ഉണ്ടാക്കുന്നതിൽ അവർക്കും താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ രമ്യമായി പരിഹരിക്കുക, ഇരു കൂട്ടർക്കും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ രമ്യമായി പരിഹരിക്കുക എന്ന് തന്നെയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. മന്ത്രി റോജി എം ജോണിനാണ് അതിന്റെ ചുമതല. അദ്ദേഹത്തിനാണ് എറണാകുളം ജില്ലയുടെ കൂടി ചുമതലയുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കളക്ടറേറ്റിൽ ഇന്നൊരു ചർച്ച നടക്കും. കളക്ടറും ചേർന്നുള്ള ഒരു യോഗമായിരിക്കും.
ആ യോഗത്തിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഈ 7 കുടുംബങ്ങൾക്ക് ഓരോ കുടുംബവും പറയുന്നത് അവർക്ക് 13-14 സെന്റ് വീതം അവിടെ ഉണ്ടെന്നാണ്. അതിൽ ഈ 7 കുടുംബങ്ങൾക്കും 5 സെന്റ് വീതം നൽകിക്കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഈ കണ്ടാട്ട് കുടുംബം ഏറ്റെടുക്കുക. ഈ 5 സെന്റ് ഓരോ കുടുംബത്തിനും 5 സെന്റ് വീതം നൽകിയിട്ട് അതിൽ സർക്കാർ ഈ 7 കുടുംബങ്ങൾക്കും സർക്കാർ വീട് വെച്ച് നൽകാം എന്നൊരു തീരുമാനത്തിലേക്കാണ് സർക്കാർ മുന്നിൽ നിൽക്കുന്നത്. അതിനോട് വലിയ എതിർപ്പ് ഇപ്പോൾ ഇരു കൂട്ടരും കാണിച്ചിട്ടില്ല. പക്ഷെ അതിൽ ചില നിബന്ധനകൾ ചിലപ്പോൾ മുന്നോട്ട് വെച്ചേക്കാം. അതൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ളൊരു ചർച്ചയായിരിക്കും ഇന്ന് രാത്രി നടക്കുക. അതിനുശേഷമായിരിക്കും അതിന്റെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. എന്തായാലും ഈ ഒരു പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുക എന്നത് തന്നെയാണ് സർക്കാരും ഒപ്പം തന്നെ കുടുംബവും ഈ ഭൂമി ഈ അവിടെ താമസക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇത് രാഷ്ട്രീയമായി തന്നെ വലിയ റോജിയും ജോണിന്റെ അധ്യക്ഷതയിൽ ഇന്ന് രാത്രി 8 മണിക്കാണ് യോഗം ചേർന്നത്. എല്ലാ കണ്ണുകളും കണ്ണാട്ട് കുടുംബത്തിലേക്ക് നീങ്ങും. സ്വകാര്യ ബസ് ഉടമകളുടെ സംസ്ഥാനതല യോഗം ഇന്ന് തൃശ്ശൂരിൽ നടക്കും. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര യോഗത്തിൽ ചർച്ചയാകും. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സ്വകാര്യ മേഖലയെ തകർക്കുമെന്നാണ് സംഘടനയുടെ നിലപാട്. സ്വകാര്യ മേഖലയ്ക്ക് അനുകൂലമായ സർക്കാർ നിലപാട് ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഇന്ധനവില വർധനവും യോഗത്തിൽ ചർച്ചയാകും. കായിക ലോകത്തേക്കാണ്. ഫിഫ ലോകകപ്പിന്റെ 23ാം പതിപ്പിന് ഇന്ന് കിക്ക് ഓഫ്. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി അരങ്ങേറുന്ന ലോകകപ്പിൽ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ആദ്യം മെക്സിക്കോയിലും പിന്നീട് കാനഡയിലും ഒടുവിൽ USA-യിലും വേദിയിലും ഉദ്ഘാടന പരിപാടികൾ നടക്കും. രാത്രി 10:30 ആണ് മെക്സിക്കോയിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. 12:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടും. വീണ്ടും ഒരു ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമാകുമ്പോൾ ലോകം ഇനി ഉറങ്ങാത്ത ദിനങ്ങളിലേക്ക് പോവുകയാണ്. അതായത് ഒരുപക്ഷെ നമ്മൾ ചരിത്രത്തിൽ ഇത്രമാത്രം ദൈർഘ്യമേറിയ ദിനങ്ങൾ ഉറങ്ങാതിരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. കാരണം ഇത് ഏറ്റവും വിപുലമായിട്ടുള്ള ലോകകപ്പാണ്. ഇതുവരെ ലോകകപ്പ് ചരിത്രത്തിൽ ഇല്ലാത്ത മട്ടിൽ 48 ടീമുകൾ മത്സരിക്കുന്ന ഒരു ടൂർണമെന്റ്, 12 ഗ്രൂപ്പുകൾ, അത് 16 വേദികളിലായി, 3 രാജ്യങ്ങൾ, 104 മത്സരങ്ങൾ, ഏതാണ്ട് 1248 താരങ്ങൾ. അങ്ങനെ ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന, ജൂലൈ 19 ഫൈനൽ പോരാട്ടം. ആ ഫൈനൽ ദിനം വരെ നീണ്ടു നിൽക്കുന്ന ആവേശത്തിന് ഇന്ന് കിക്ക് ഓഫ് ആവുകയാണ്. ആ കിക്ക് ഓഫ് അത് മെക്സിക്കോയിലാണ്. മെക്സിക്കോ 3ാം തവണ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാകുന്നു. USA 2ാം തവണയാണ്. 94 USA ഏറ്റവും ഒടുവിലായി ലോകകപ്പിന് ആതിഥേയരായത്. കാനഡ ആദ്യമായിട്ടും ഒരു സഹ ആതിഥേയരായി ഈ ലോകകപ്പിന്റെ പട്ടികയിലേക്ക് കളം പിടിച്ചെത്തുകയാണ്. അങ്ങനെ മെക്സിക്കോയിലെ സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 12:30 ഇന്ത്യൻ സമയം രാത്രി 12:30 ആതിഥേയരായിട്ടുള്ള മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടുന്നതോടുകൂടിയാണ് ലോകകപ്പിന് കിക്ക് ഓഫ്. അതിനു മുമ്പ് മെക്സിക്കോയിൽ ഒരു വിപുലമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ സംഗീത പരിപാടികൾ ഉൾപ്പെടെ നൃത്ത പരിപാടികൾ ഉൾപ്പെടെ എല്ലാം ആസ്വദിക്കാൻ കഴിയും. ഇനി മെക്സിക്കോയിൽ മാത്രമല്ല, ഉദ്ഘാടന ചടങ്ങ് അത് 3 ആതിഥേയ രാജ്യങ്ങളിലുമുണ്ട്. ആദ്യം മെക്സിക്കോയിൽ, രണ്ടാമത് കാനഡയിൽ, 3ാമത് അമേരിക്കയിൽ എന്നിങ്ങനെയാണ് ഉദ്ഘാടന പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ വർണ്ണാഭമായിട്ടുള്ള ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റിന്റെ തുടക്കമാക്കാനാണ് ഇപ്പോൾ ഫിഫയുടെ ശ്രമം. അത് 3 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതിനാൽ തന്നെ യാത്ര ചെയ്യുന്ന ഫുട്ബോൾ ആരാധകർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും, കാരണം 3 രാജ്യങ്ങൾ കടന്നു വേണം അവരുടെ പ്രിയപ്പെട്ട ടീമുകളുടെ മത്സരം കാണാൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള തന്ത്രങ്ങളും എന്താണ് ഫിഫ കരുതി വെച്ചിരിക്കുന്നു. ട്രയോണ്ടയുടെ പ്രയാണമാണ് ഇനി. അതായത് ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്തിന്റെ പേരാണ് ഈ ട്രയോണ്ട. ഈ 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിന്റെ ഏറ്റവും ഒടുവിൽ ജൂലൈ 19 ആരാണ് കിരീടധാരണ നേടുക എന്നുള്ളത് മാത്രമാണ് കാത്തിരിപ്പ്. കഴിഞ്ഞ തവണ ലയണൽ മെസ്സി എന്ന ലോക ഫുട്ബോളിന്റെ ഇതിഹാസം ഫ്രാൻസിന്റെ അല്ലെങ്കിൽ എംബാപ്പയുടെ ഫ്രാൻസിനെ മറികടന്ന് അന്ന് വിശ്വകിരീടം നേടിയപ്പോൾ അതൊരു നിയോഗമെന്നോണം ലോകം അത് ആഘോഷിച്ചു, ഉൾക്കൊണ്ടു. ഇനി മറ്റൊരു കാത്തിരിപ്പ്, അത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ലോകം കണ്ട മറ്റൊരു ഇതിഹാസ താരത്തിന് ഈ ലോക കിരീടം സ്വന്തമാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ്. പോർച്ചുഗലിനെ പോലൊരു ടീമിനെ അങ്ങനെ ഒരു ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ഇത്തവണ ഇക്കുറി ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. ഒരുപിടി യുവതാരങ്ങളുടെ വരവിനും ഇക്കുറി സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പേരുകളിൽ അത് വിനീഷ്യസ് ജൂനിയറും ലയണൽ മെസ്സിയും അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും എർലിംഗ് ഹാലൻഡും ഒക്കെയാണ് പറയുകയെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി ഒരുപാട് യുവ താരങ്ങൾ, യാമിൻ ലമാലിനെ പോലുള്ളവരുടെ ലോകകപ്പായി ഇത് മാറാനുള്ള സാധ്യതയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണെങ്കിലും അമേരിക്കയിലെ 11 വേദിയിൽ
മെക്സിക്കോയിൽ 3, കാനഡയിൽ 2, അങ്ങനെ 16 വേദികളിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. മെക്സിക്കോയിലെ ബെനോർട്ട സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരമെങ്കിൽ ഫൈനൽ നടക്കുന്നത് USA-യിലാണ്. USA-യിലെ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ പോരാട്ടം നടക്കുന്നത്. അങ്ങനെ ജൂലൈ 19 വരെ നീളുന്ന ആ പോരാട്ടത്തിന്, ആ മാമാങ്കത്തിന്, കാർണിവലിന് ഇന്ന് തുടക്കമാവുകയാണ്. 52 വർഷത്തിന് ശേഷം ഹെയ്ത്തിയും കോങ്കോയും ലോകവേദിയിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇനി മാത്രമല്ല 40 വർഷത്തിന് ശേഷമാണ് ഇറാഖ് ലോകകപ്പിൽ കളിക്കുന്നത്. അങ്ങനെ മടങ്ങിവരവ് നടത്തുന്ന ഒരു പിടി ടീമുകളും ഇതിന്റെ ഭാഗമാണ്. ഓസ്ട്രിയ, സ്കോട്ട്ലൻഡ്, നോർവേ, ഇവർ 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലോകകപ്പ് കളിക്കുന്നത്. അങ്ങനെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഫുട്ബോൾ നിമിഷങ്ങൾക്ക്, ഫുട്ബോൾ ഡ്രാവുകൾക്കാണ് ഇന്ന് കിക്ക് ഓഫ് ആവാൻ പോകുന്നത്. പല ആരാധകരുണ്ടാവല്ലോ, സ്പെയിന്, പോർച്ചുഗൽ, അർജന്റീന, ബ്രസീൽ. പക്ഷേ നമ്മളെപ്പോലുള്ള കുറച്ച് പേര് ഇംഗ്ലണ്ട് ആരാധകരാണ്. നമ്മൾ തന്നെ പറയണം, അല്ലെങ്കിൽ ആരും പറയൂല. 1966 ആദ്യമായും അവസാനമായി ഒരു കപ്പ് കിട്ടിയത്. അത് കിട്ടിയിട്ട് 60 വർഷമായി. പോർച്ചുഗലിന് കപ്പ് വേണം, റൊണാൾഡോയ്ക്ക് കപ്പ് വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ പാവം ഹാരി കെയിനും കൂട്ടൊരു കപ്പ് വേണമെന്നൊക്കെ നമ്മൾ ചെറുതായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കിട്ടിയാൽ കൊള്ളാം. എന്തായാലും ഇന്നത്തെ ഒരു ആവേശം അതാണ്. പല പല രാജ്യങ്ങളിൽ അതാണല്ലോ നമ്മുടെ ഒരു ഫുട്ബോളിൻ്റെ ആവേശം. അങ്ങനെയാണ് നമ്മൾ പ്രീമിയർ ലീഗ് ആയാലും, ബുണ്ടസ് ലീഗ് ആയാലും, ചാമ്പ്യൻസ് ലീഗ് ആയാലും, ലാ ലീഗ് ആയാലും ഇതൊന്നും അങ്ങനെ ഫോളോ ചെയ്യാത്ത ആളായിരിക്കും. പക്ഷേ വേൾഡ് കപ്പ് വരുമ്പോഴേക്കും പല പല രീതിയിലേക്കും ആളുകൾ ഉണരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതിലേക്കാണ് നമ്മൾ മറ്റൊരു വാർത്ത പോകുന്നത്. ഫുട്ബോൾ ലോകകപ്പ് കാലം മലപ്പുറത്ത് ഫ്ലെക്സ് മത്സരങ്ങളുടെ കാലം കൂടിയാണ്. ഫ്ലെക്സ് മത്സരങ്ങൾ പറയുമ്പോഴാണ് കഴിഞ്ഞ 4 വർഷം മുമ്പ് ഫിഫയിൽ വരെ കേരളത്തിലെ 3 ഫ്ലെക്സുകൾ ഒരുമിച്ച്, അതായത് നെയ്മർ, മെസ്സി, റൊണാൾഡോയും കൂടി ഒരുമിച്ചുള്ള ഫ്ലെക്സ്, അത് വളരെയധികം വൈറലായതാണ്. കേരളത്തിലെ ആ ഒരു ചിത്രം അത് അത്രയധികം വൈറലായി മാറിയതാണ്. അത് വീണ്ടും ആവർത്തിക്കാനുള്ള ശ്രമങ്ങൾ പലയിടത്തായി നടക്കുന്നുണ്ട്. അതിൽ ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, ജർമ്മനി, സ്പെയിൻ തുടങ്ങിയ എല്ലാ പ്രമുഖ ടീമുകളുടെയും ആരാധകർ മത്സരിച്ച് ഫ്ലെക്സ് വയ്ക്കുന്ന കാലവും കൂടിയാണ്. എന്നാൽ എല്ലാവരും ഒരുമിച്ച് കൈകൊടുത്ത് 5 പ്രമുഖ ടീമുകളുടെ ഫ്ലെക്സ് ഒരുമിച്ച് 130 അടി നീളത്തിൽ ഒരുക്കിയിരിക്കുകയാണ് മലപ്പുറം പെരിന്തൽമണ്ണ പുളിങ്കാവിൽ. നാട്ടിലെ ടൈറ്റൻസ് ക്ലബ്ബ് ആണ് ഈ ഐക്യ ഫ്ലെക്സിന് പിന്നിൽ. CV അനുമോദിന്റെ റിപ്പോർട്ട് നോക്കാം. ലോകകപ്പ് USA-യിലാണെങ്കിലും ആവേശം മുഴുവൻ മലപ്പുറത്താണ് നമ്മൾ പറയാറുണ്ടല്ലോ. ആ ആവേശത്തിന്റെ കാഴ്ചകളാണ് മലപ്പുറത്ത് നമ്മൾ എമ്പാടും കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലാണ്. അവിടെ ഏലംകുളം പുളിങ്കാവിലാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കാണാം, ഇവിടെ വലിയൊരു കൂറ്റൻ ഫ്ലെക്സ് ഇവിടെ നിരത്തിയിരിക്കുകയാണ്. ടൈറ്റൻ പുളിങ്കാവ് എന്നൊരു ക്ലബ്ബാണ് ഈ ഒരു ഫ്ലെക്സ് നിർമ്മിച്ചിട്ടുള്ളത്. 130 അടിയാണ് ഇതിൻ്റെ ഒരു നീളം. ഇതിൽ പ്രധാനപ്പെട്ട ഏറ്റവും അധികം ആരാധകരുള്ള 5 ടീമുകളുടെ ഫ്ലെക്സാണുള്ളത്. ഒന്നിച്ചിട്ടാണ്. ഇവിടെ ജർമ്മനിയുണ്ട്, അവിടെ സ്പെയിനിനെ കാണാം, നടുവിലായിട്ട് ഇതാ ബ്രസീലിനപ്പുറം ഈ ഒരു ടൂർണമെൻറ്റിൽ കളിക്കുന്ന ലെജൻസിൻ്റെ ഒരു ചിത്രം അവരുടെ മാത്രമായിട്ട് ഇവിടെ ടൈറ്റൻ പുളിങ്കാവ് എന്ന പേരിൽ കൊടുത്തിരിക്കുന്നത്. അതിനപ്പുറം അർജന്റീന, അതിനപ്പുറം പോർച്ചുഗൽ. അങ്ങനെ പ്രധാനപ്പെട്ട 5 ടീമുകളുടെ ആരാധകർ ഒരുമിച്ച് ആണ് ഈ ഒരു ഫ്ലെക്സ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊപ്പം ഇവിടുത്തെ ടൈറ്റൻ പുളിങ്കാവ് ടീം ചേരുന്നുണ്ട്. അവരുടെ ഒരു എന്താണ് വലിയൊരു അധ്വാനമുള്ളത് നിങ്ങളെ അല്ലേ? തീർച്ചയായും വേൾഡ് കപ്പല്ലേ വരുന്നത്. എല്ലാ ആരാധകരും ഒന്നിച്ചോ? എല്ലാ അർജന്റീന നമ്മുടെ പുളിങ്കാവ് ടൈറ്റൻ ക്ലബിന്റെ അണികള് എല്ലാ മെമ്പേഴ്സും കൂടി വെച്ചതാണ്. ഇനി സെപ്പറേറ്റ് ഓരോ ക്ലബിന്റെ നമുക്ക് വെക്കാൻ തീരുമാനിച്ചാണ്. പിന്നെ നമ്മളെ കുട്ടികളുണ്ട്, ഞങ്ങൾ പുറത്തുനിന്നുള്ള ചലഞ്ച് ഏറ്റെടുക്കുക ഒന്നിച്ചാണ്. അതെന്ത് ചലഞ്ച്, കളിയായാലും ഫുട്ബോളായാലും ഇനി പുറത്തൊരു തല്ലായാലും അത് ഞങ്ങളെ ഗ്രൂപ്പില് ടൈറ്റാൻ പുളിങ്കാവ് ഞങ്ങൾ ഗ്രൂപ്പ് വഴക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ പുറത്തുനിന്നുള്ള എന്ത് ചെലവും ഞങ്ങൾ ഒന്നിച്ചാണ്. അത് ഞങ്ങള് 130 അടിയിൽ ഒതുക്കിയത്. ഈ വേറെ ഒരുപാട് ഫാൻസ് ഉണ്ട്. ഫ്രാൻസിന് ഇവിടെ ഫാൻസ് ഉണ്ട്, ബെൽജിയത്തിന്റെ ഫാൻസ് ഉണ്ട്, അതുപോലെ ഇംഗ്ലണ്ടിനുണ്ട്. അപ്പൊ സ്ഥലം കുറച്ച് കുറവായതുകൊണ്ട് വെക്കാൻ സ്ഥലം വേണല്ലോ അല്ലേ? തീർച്ചയായും 130 അടി 130 അടിയാണ്. അത് ഒരു 5 ടീമിന്റെ മാത്രമുള്ള ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി സെപ്പറേറ്റ് ബാക്കിയുള്ള ടീമിന്റെ ഇതിനപ്പുറത്ത് വെക്കാൻ ഇതിന്റെ അപ്പുറത്ത് ഒരു വലിയൊരു ഫ്ലക്സ് മതിലായിരിക്കും ഉണ്ടാവുമല്ലേ? തീർച്ചയായും. ഇതിന്റെ സാധാരണ ഇതിൽ നമ്മൾ കാണുന്നത് ബ്രസീൽ, അർജന്റീന എല്ലാവരും ഈ വേൾഡ് കപ്പ് ആയി കഴിഞ്ഞാൽ ഭയങ്കര മത്സരമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നേരത്തെ പറഞ്ഞ പോലെ അത് വ്യത്യാസം തന്നെയാണ്. കളി തുടങ്ങി കഴിഞ്ഞാൽ കളി ഒന്നിച്ച് കാണും, പക്ഷെ അവിടെ അടി വഴക്ക് എല്ലാം ഉണ്ടാവും. അത് സെപ്പറേറ്റ് ആണ്. അതാണ് ടീമിന്റെ ടീം. അർജന്റീന, ബ്രസീൽ. പക്ഷെ ഇങ്ങനത്തെ കാര്യത്തില് മൊത്തം 45-50 ആ റേഞ്ചിൽ ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ട്, ചെലവ് വന്നിട്ടുണ്ട്. ഇതിന് അതെ ക്ലബ് മെമ്പേഴ്സ് മാത്രം
നമ്മളെ പ്രവാസി നമ്മളെ പ്രവാസി എല്ലാവരും കൂടെ സഹായിച്ചു. എല്ലാവരും സഹായിച്ചു. അതിൽ ചൈന അൻസാർ ഞങ്ങളെ മുത്താണ്. വലിയ ഫ്ലക്സ് അടിക്കാനുള്ള പണിപ്പുരിയിലാണ്. അതിന്റെ അതൊരു 200 അടി അതിന്റെ ഒരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. വെക്കാൻ സ്ഥലം വേണ്ട. അപ്പൊ അതിന്റെ ഒരു ഗ്രൗണ്ടിലാക്കേണ്ട ഒരു അല്ലെങ്കിൽ ഇവിടെ ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടിക്കാണ്. അപ്പൊ അതിന്റെ പണിപ്പുരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്ത് അങ്ങനെ ഒരു ഫ്ലെക്സ് കാലമാണ്. ഇനി അങ്ങനെ പല ഫ്ലെക്സുകളും ഉയരുന്ന സാഹചര്യം ഉണ്ടാവും. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ നേട്ടം കൊയ്ത തിരുവനന്തപുരം സ്വദേശി ബുഷ്ര. മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ബുഷ്ര ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന വേൾഡ് ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സമാപിച്ച ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ വനിതകളുടെ 70 കിലോഗ്രാം വിഭാഗത്തിലാണ് ബുഷ്ര 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. കേരളത്തിൽ നിന്ന് 250ഓളം താരങ്ങളാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വിവിധ വിഭാഗങ്ങളിലായി പങ്കെടുത്തത്. ഇത്തവണ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ശക്തരായ എതിരാളികളെയാണ് നേരിടേണ്ടി വന്നത് എന്ന് തുടർച്ചയായി 3ാം വർഷവും മെഡൽ നേടിയ ബുഷ്ര പറയുന്നു. ഇപ്രാവശ്യം ഇച്ചിരി ടൈറ്റ് ആയിരുന്നു. കാരണം ഓരോ വർഷം കൂടുമ്പോഴും പ്ലെയേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഉള്ള പ്ലെയേഴ്സും അത്യാവശ്യം സ്ട്രെങ്ത് ആവുകയാണ്. അപ്പോൾ അത്യാവശ്യം ടൈറ്റ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി. 2 നാഷണൽസ് കമ്പാരിറ്റീവ്ലി ഇപ്രാവശ്യം ഇച്ചിരി ടൈറ്റ് ആയിരുന്നു. ഓവറോൾ നമ്മൾ കേരള തന്നെയാണ് അടിച്ചത്. എന്നാലും ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. കേരളയിൽ നിന്ന് മാത്രം അറൗണ്ട് 250 ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ ടോട്ടല് 2000 അടുപ്പിച്ച് പ്ലെയേഴ്സ് മാത്രം. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായപ്പോഴാണ് ഒരാൺകുഞ്ഞിന്റെ അമ്മയായ ബുഷ്ര സ്വന്തം വഴി തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. ജീവിതം കൈവിട്ടുപോകാതെ കാക്കണമെന്ന ദൃഢനിശ്ചയത്തിൽ നിന്നാണ് കായിക പരിശീലകയായ ഈ 30-കാരി തന്റെ കൈക്കരുത്തിൽ പ്രതീക്ഷയർപ്പിച്ചത്. ആദ്യ മത്സരത്തിൽ തന്നെ വിജയം. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും സ്വർണ്ണ മെഡൽ നേടിയതോടെ ബുഷ്ര കേരളത്തിന്റെ താരമായി. പിന്നീട് രാജ്യാന്തര മത്സരത്തിൽ ഇന്ത്യയെയും പ്രതിനിധീകരിച്ചു. കഴിഞ്ഞ വർഷം 80 കിലോ വിഭാഗത്തിൽ സ്വർണം നേടിയതടക്കം നിരവധി നേട്ടങ്ങൾ. ഇന്ത്യയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ തവണ മെഡൽ നേടിയ ബുഷ്രയ്ക്ക് വരാനിരിക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിലും നിറഞ്ഞ പ്രതീക്ഷയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് ജില്ലയിലെ ആകാശവാണി FM റിലേ സ്റ്റേഷൻ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഇവിടെ ഉണ്ടായിരുന്ന ഏക സ്ഥിരം ഉദ്യോഗസ്ഥൻ വിരമിച്ച ഒഴിവിലേക്ക് പുതുതായി നിയമനം നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഞായറാഴ്ചയാണ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിരമിച്ചത്. സ്ഥിരം ജീവനക്കാരില്ലാത്ത നിലയത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഒരു വിമുക്ത ഭടനെ മാത്രമാണ് നിലവിൽ നിയമിച്ചിട്ടുള്ളത്. പഴയ തലമുറയിൽ വിജ്ഞാനവും വിനോദവും ഒരുപോലെ എത്തിച്ച പ്രധാന മേഖലയാണ് റേഡിയോ. തൊഴിലിടത്തിലും കൃഷിയിടത്തിലുമെല്ലാം ലോകത്തെപ്പറ്റി മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടിരുന്നത് റേഡിയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിശബ്ദമാകുന്ന ആകാശവാണി FM സ്റ്റേഷനുകളുടെ കാര്യത്തിൽ ആശങ്കപ്പെടുന്നവർ ഏറെയാണ്. കാസർഗോഡ് അണങ്കൂരിലെ FM സ്റ്റേഷൻ ജീവനക്കാർ ഇല്ലാത്തതിനാൽ ഏത് സമയത്തും അടച്ചുപൂട്ടുമെന്ന അവസ്ഥയിലാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഏക സ്ഥിരം ഉദ്യോഗസ്ഥൻ വിരമിച്ച ഒഴിവിൽ സാങ്കേതിക പരിചയമുള്ള ആരെയും നിയമിച്ചിട്ടില്ല. ഞായറാഴ്ചയാണ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിരമിച്ചത്. സാങ്കേതിക വിഭാഗം ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമേ തുടർച്ചയായി റിലേ പ്രക്ഷേപണം സാധ്യമാകുകയുള്ളൂ. 15 കിലോമീറ്റർ റേഞ്ചിൽ 100 വാട്ട് പവറുള്ള ജില്ലയിലെ ഏക FM റിലേ കേന്ദ്രമാണിത്. തിരുവനന്തപുരം ആകാശവാണി നിലയം പരിപാടികളുടെ സഹപ്രക്ഷേപണമാണ് ഇവിടെ നടക്കുന്നത്. 1989 അണങ്കൂരിൽ ഒരേക്കർ സ്ഥലത്ത് നാട്ടുകാർ നൽകിയ സ്വന്തം കെട്ടിടത്തിൽ ദൂരദർശൻ റിലേ കേന്ദ്രം ആരംഭിച്ചത്. റേഡിയോ സ്റ്റേഷനിൽ താഴെയിടപ്പെടരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 1989 ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഈ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇത് പൂട്ടാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു വാർത്തയാണെന്ന് കാണാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞത്. എന്നാലും ഞങ്ങൾ കാസർഗോഡുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥാപനം അനുവദിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഏത് കേന്ദ്ര സർക്കാരാവട്ടെ കേരള സർക്കാരാവട്ടെ ജനങ്ങളുടെ നിവേദനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ നിവേദനത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. അത് ഒരു സുപ്രഭാതത്തിൽ ഒരു ഓർഡർ ഇല്ലാതെ ഇങ്ങനെ പൂട്ടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത്. കാസർഗോഡുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് പഴയ തലമുറയ്ക്ക് വലിയ അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു കേന്ദ്രം എന്ന നിലയിലാണ് ഞങ്ങൾ ഇത് കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഏക ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് റിട്ടയർഡായി പോയി. ഇപ്പോൾ ഒരു വിമുക്ത ഭടന് ഇതിന്റെ ചുമതല കൊടുത്തിരിക്കുകയാണെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇത് പെട്ടെന്ന് ഇങ്ങനെ അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. അത് അടച്ചുപൂട്ടാതിരിക്കാനുള്ള നിവേദനങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടവരെ സമീപിക്കുന്നതാണ്. 15 വർഷം പഴക്കമുള്ള ട്രാൻസ്മിറ്റർ റിലേ കേന്ദ്രത്തിലെ ഏക സ്ഥിരം ജീവനക്കാരൻ വിരമിച്ചപ്പോൾ മറ്റ് FM നിലയത്തിലെ ജീവനക്കാർക്ക് ചുമതലയും നൽകിയിട്ടില്ല. ഓൺ ഓഫ് സംവിധാനത്തിന് വേണ്ടി മാത്രം
ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരു വിമുക്ത പഠനം മാത്രമാണ് നിലവിൽ നിയമിച്ചിട്ടുള്ളത്. കണ്ണൂർ അതിർത്തി കടന്നാൽ കളനാടിന് വടക്കോട്ട് കണ്ണൂർ ആകാശവാണി പരിപാടികൾ ലഭിക്കാറില്ല. കാസർഗോഡ് ഇപ്പോൾ കണ്ണൂർ മംഗളൂരു FM പരിപാടികൾ ലഭിക്കുന്നുമില്ല. എന്തായാലും അണങ്കൂരിലെ FM നിലയം ഇല്ലാതാകരുതെന്നാവശ്യപ്പെട്ട് നിവേദനങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കാസർഗോഡ് ഉദ്യാവർത്തോട്ട GMLP സ്കൂളിലെ കുട്ടികൾക്ക് സുരക്ഷിത കെട്ടിടം ഒരുക്കി ജില്ലാ ഭരണകൂടം. 100 വർഷത്തോളം പഴക്കമുള്ള സ്കൂള് തകർന്നു വീഴാറായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ നേരിട്ടെത്തിയാണ് കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയത്. മഞ്ചേശ്വരം ഉദ്യാപാറ തോട്ട GMLP സ്കൂളിലെ കുട്ടികൾക്ക് ഇനി ഭയം കൂടാതെ പഠനം തുടരാം. കാലപ്പഴക്കത്താൽ ഏത് സമയത്തും തകർന്നു വീഴേക്കാവുന്ന കെട്ടിടത്തിൽ നിന്ന് കുട്ടികളെ പുതിയയിടത്തേക്ക് മാറ്റി ജില്ലാ ഭരണകൂടം. 100 വർഷത്തോളം പഴക്കമുള്ള സ്കൂൾ 40 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സുരക്ഷാ ക്ലിയറൻസ് പോലും ഇല്ലാത്ത കെട്ടിടത്തിൽ ഏറെ ഭയപ്പാടോടെ കുട്ടികൾ പഠനം നടത്തുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നേരിട്ടെത്തിയാണ് അപകടാവസ്ഥ സംബന്ധിച്ച് മനസ്സിലാക്കിയത്. കുട്ടികളുടെ സുരക്ഷിതത്വം മുൻനിർത്തി തൊട്ടടുത്ത മദ്രസ കെട്ടിടത്തിലേക്ക് അടിയന്തരമായി മാറ്റാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നതും അന്വേഷിക്കും. കുട്ടികളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്ന് ജില്ലാ കലക്ടർ. ഒരു അപകടാവസ്ഥ ഇന്നലെ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ട് ചോദിക്കുകയും കുട്ടികൾക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള സേഫായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അവരെ സേഫായിട്ടുള്ള ഒരു ബിൽഡിങ്ങിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ ഈ ബിൽഡിംഗ് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ളതല്ല. അപ്പോൾ ടെമ്പററി ആയിട്ട് നമുക്ക് അവർക്ക് നല്ല സേഫായിട്ടുള്ള നല്ലൊരു ലൊക്കേഷനിലോട്ട് പള്ളി കമ്മിറ്റീൻ്റെ സഹായത്തോട് കൂടിയിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കൂടെ തന്നെ അംഗൻവാടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അംഗൻവാടിയിലെ കുട്ടികളും LP സ്കൂളിലെ കുട്ടികളും എല്ലാവരും നല്ലൊരു സേഫായിട്ടുള്ള നല്ലൊരു ബിൽഡിങ്ങിൽ ക്ലാസ്സിലിരിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. 1927 ജനുവരി 1 സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. മഞ്ചേശ്വരം 1000 ജമാഅത്തിന് കീഴിലുള്ള ഷെയ്ഖ് സുൽത്താൻ ചെറിയ പള്ളിയുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിലാണ് നാളിതുവരെയായി സ്കൂളിന്റെ പ്രവർത്തനം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഓടുമേഞ്ഞ കെട്ടിടത്തിലെ ഹാളിൽ തട്ടികൾ വെച്ച് തിരിച്ചാണ് പഠനം നടത്തിയിരുന്നത്. ഒരു മുറി അംഗൻവാടിയായാണ് പ്രവർത്തിച്ചിരുന്നത്. 1 മുതൽ 4 വരെ 26 കുട്ടികളും അംഗൻവാടിയിൽ 16 കുട്ടികളുമാണ് പഠനം നടത്തുന്നത്. ഇവരിൽ ഏറെയും നിർധന കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. സംസ്ഥാനത്ത് തന്നെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഏക സ്കൂൾ കൂടിയാണ് ഇത്. കുട്ടികൾക്കിനി സുരക്ഷിതമായ കെട്ടിടത്തിലിരുന്ന് പഠിക്കാം. അതേസമയം വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മഞ്ചേശ്വരത്ത് നിന്നും KB ബൈജു, ന്യൂസ് 18. സ്പെഷ്യൽ ഡേ സെഗ്മെന്റിൽ ഇന്ന് വിവാഹിതരാകുന്ന മാവേലിക്കര സ്വദേശികളായ ശ്രീജേഷിനും പാർവതിക്കും ആശംസകൾ അറിയിക്കുകയാണ്. ഇന്ന് 2ാം ജന്മദിനം ആഘോഷിക്കുന്ന കൃതിക മോൾക്ക് ആശംസകൾ. തിരുവനന്തപുരം പോത്തങ്കോട് സ്വദേശി സജിയുടെയും ശ്രീകുട്ടിയുടെയും മകളാണ് കൃതിക. മലപ്പുറം അരീക്കോട് സ്വദേശി ഉണ്ണിക്കുട്ടൻ എന്ന ശബരിനാഥിന്റെ പിറന്നാളും കൂടിയാണ് ഇന്ന്. ആശംസകൾ നേരുകയാണ് മാമൻ, ആന്റി, കുക്കുചേച്ചി, അച്ചാച്ച, അമ്മമ്മ എന്നിവർ. ശബരിക്ക് ഞങ്ങളുടെ ജന്മദിനാശംസകൾ. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷൻ ലെനിൻ നഗറിൽ താമസിക്കുന്ന രതീഷിന്റെയും പ്രിയയുടെയും മക്കളായ ഋതികയുടെയും റിയയുടെയും 4ാം ജന്മദിനം ആണെന്ന് ആശംസ അറിയിക്കുന്നത് സഹോദരനായ റോഹനാണ്. ഞങ്ങളുടെയും ആശംസ. അങ്ങനെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റോടുകൂടി രാവിലെ ഇന്ന് പൂർണ്ണമാവുകയാണ്. നമ്മളൊരു ഇടവേളയ്ക്ക് പോകാൻ മടങ്ങിയത്.